എന്റെ കരുണയുടെ ആവശ്യം അംഗീകരിക്കുക. സങ്കീർത്തനം 51 1 2 വാക്യങ്ങൾ. ദൈവമേ, നിന്റെ ദയപ്രകാരം എനിക്ക് കരുണ കാണിക്കണമേ. നിന്റെ മഹാകരുണ പ്രകാരം എന്റെ അകൃത്യങ്ങളെ നീക്കിക്കളയുക. എന്റെ അകൃത്യങ്ങളെ സകലവും കഴുകിക്കളയുകയും എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധനാക്കുകയും ചെയ്യുക. സങ്കീർത്തനം 51 വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ആഴത്തിലുള്ള പശ്ചാത്താപ പ്രാർത്ഥനകളിലൊന്നാണ്. ദാവീദ് ബത്ശേബയുമായി പാപം ചെയ്ത ശേഷം രചിച്ചതായ ഈ സങ്കീർത്തനം ദൈവത്തിന്റെ മുമ്പിൽ മുഴുവൻ തുറന്നു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയാവസ്ഥയെ പ്രകടിപ്പിക്കുന്നു. തന്റെ പാപത്തെക്കുറിച്ച് ദാവീദ് യാതൊരു ന്യായീകരണവും നൽകുന്നില്ല. മറിച്ച് തന്റെ അയോഗ്യതയെ അംഗീകരിച്ച് ദൈവത്തിന്റെ സ്വഭാവത്തോടാണ്, അവന്റെ അനന്ത സ്നേഹത്തോടും മഹാകരുണയോടും അഭയം പ്രാപിക്കുന്നത്. കരുണയുടെ ആവശ്യം അംഗീകരിക്കുന്നത് പുതുക്കലിലേക്കുള്ള ആദ്യവും ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. അതിന് വിനയവും സത്യസന്ധതയും ആവശ്യമാണ്. നാം ആഗ്രഹിക്കുന്നത് പോലെ അല്ല യഥാർത്ഥത്തിൽ നാം എങ്ങനെയാണെന്ന് കാണാനുള്ള മനസ്സ്. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കുന്നു, എന്നാൽ കരുണ ആ ദൂരത്തെ നിറയ്ക്കുന്നു. ദാവീദ് മനസ്സിലാക്കിയിരിക്കുന്നു, ക്ഷമയെ യാതൊരു ആചാരങ്ങളാലും പ്രവൃത്തികളാലും നേടാനാവില്ലെന്ന്. അത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമേ ലഭിക്കൂ. എന്റെ അകൃത്യങ്ങളെ സകലവും കഴുകിക്കളയുക എന്നപ്പോൾ അവൻ വെറും പുറമേയുള്ള ശുദ്ധീകരണത്തിനല്ല അപേക്ഷിച്ചത്. അവന്റെ ഹൃദയം തന്നെ പുതുക്കപ്പെടണമെന്നും ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടണമെന്നും അവൻ ആഗ്രഹിച്ചു. ഇന്നും ഈ ക്ഷണം നമുക്കും ബാധകമാണ്. നമ്മുടെ വിശ്വാസം എത്ര ശക്തമാണെങ്കിലും നാം എല്ലാവരും ദുർബലതകളുടെയും അവഗണനയുടെയും നിമിഷങ്ങൾ അനുഭവിക്കുന്നു. ദൈവത്തിന്റെ പരിപൂർണ മാനദണ്ഡങ്ങളിൽ നാം എല്ലാവരും കുറവുള്ളവരാണ്. എങ്കിലും ദാവീദിനെ പോലെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മവിശ്വാസത്തോടെ വരാം. നമ്മുടെ നീതിയാൽ അല്ല, അവന്റെ കരുണയാൽ. ദൈവത്തിന്റെ കരുണ നമ്മുടെ പാപത്തിന്റെ ആഴത്താൽ പരിമിതമല്ല, അതിനേക്കാളും ആഴമുള്ളതാണ് അത്. നാം നമ്മുടെ പരാജയങ്ങളെ സത്യസന്ധമായി അവന്റെ മുമ്പിൽ വെക്കുമ്പോൾ അവൻ നമ്മെ കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് അവൻ നമ്മെ കഴുകി ശുദ്ധരാക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും നമ്മുടെ ഹൃദയം പുതുക്കുകയും ചെയ്യുന്നു. കരുണയ്ക്കായി നടത്തുന്ന പ്രാർത്ഥന നിരാശയുടെ വിളിയല്ല, പ്രത്യാശയുടെ പ്രഖ്യാപനമാണ്. ദൈവത്തിന്റെ കൃപ നമ്മുടെ കുറ്റത്തേക്കാൾ മഹത്തായതാണ് എന്ന ബോധ്യത്തിന്റെ പ്രതിഫലം